ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡയറി ടു ഡെത്തിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് കാമിൻ ജെയിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സിയോങ് ജെ ആണെങ്കിൽ ജെയിനെ കാണാനായിട്ട് വരുന്നതും ആ ടൈമിന് തന്നെ അവനെ പിടിച്ച് വണ്ടിയിൽ നിന്നൊക്കെ പുറത്തിടുകയൊക്കെ ചെയ്യുന്നതും അവൻ്റെ ആൾക്കാർ ജെയിനെ എന്തായാലും ഉപദ്രവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ജെയിനിന് ഇപ്പോൾ നല്ല ഒരു പരിക്കും പറ്റിയിട്ടുണ്ടായിരുന്നു. കാമിൻ അവനവിടെ എത്തിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്ന ടൈമിന് കാമിന് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നുണ്ട്, ഞാൻ നിനക്ക് തന്ന ഗിഫ്റ്റ് എങ്ങനെയുണ്ടെന്ന്. അതേസമയം ജെയിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന കാര്യം അറിഞ്ഞിട്ട് ജെയ്യും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഡ്രഗ്സിന്റെ സോഴ്സ് എവിടെ നിന്നാണെന്ന് അറിയാനായിട്ട് ജെയ്ഡാണെങ്കിൽ ഒരു പയ്യനായിട്ട് ക്യാച്ച് ചെയ്യും. അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ വൈൽഡ് ഹണ്ട് ആണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വൈൽഡ് ഹണ്ട് എന്ന് പറയുന്നത് ഒരു ക്ലബ്ബാണ്. ആ ഒരു ക്ലബിനെ പറ്റിയിട്ട് ഇപ്പോൾ ജെയ്ക്ക് അറിയാമോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ജെയ് ആണെങ്കിൽ എനിക്കറിയാം, അവിടെ ഈ റിച്ച് ആയിട്ടുള്ള ലെവലിലൊക്കെ വരുന്ന ആൾക്കാരെല്ലാം തന്നെ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ചെല്ലുന്ന സ്ഥലമാണ്. 2-3 തവണ ഞാൻ അവിടെ ചെന്നിട്ടുണ്ട്, എന്നാൽ ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ ക്യാമിൻ്റെ അടുത്ത് അവൻ ചോദിക്കുന്നുണ്ട്, ചേട്ടൻ ഉടനെ തന്നെ ഓക്കെ ആവുമായിരിക്കുമെന്ന്. ആ സമയം നിനക്ക് അവനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ അവന് ബോധം വരുമ്പോൾ നീ തന്നെ അവൻ്റെ അടുത്ത് ടെൻഷനുള്ള കാര്യം തുറന്നു പറയാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ജെയ്യാണെങ്കിലോ പിന്നെ അതിനെക്കാളും ഞാൻ മരിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ജെയ്ഡിന് ബോധം വരുന്ന ടൈമിന് താൻ പോയി ഫുഡ് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ജെയ് പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ക്യാമിൻ ജെയ്ഡിനോട് സംസാരിക്കുന്ന സമയത്ത് ജെയ്ഡിൻ്റെ അടുത്ത് ഇപ്പോൾ എങ്ങനെയുണ്ട്, വേദനിക്കുന്നുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. ജെയ്ഡ് ആ സമയം ക്യാമിൻ്റെ കൈ പിടിച്ച് അവനെ നെഞ്ചിൽ വെച്ചിട്ട് എനിക്കിവിടെ നന്നായിട്ട് വേദനിക്കുന്നുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും ക്യാമിനാണെങ്കിൽ ഇത്രയും ഡയലോഗ് അടിക്കാൻ അറിയാമെങ്കിൽ നിനക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ക്യാമിൻ പോകാനേ തുടങ്ങാണ്. എന്നാൽ ജെയ്ഡാണെങ്കിൽ നീ എന്താ എന്നെ ഒറ്റയ്ക്കായിട്ട് പോകാൻ പോവാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നീ ഒരു ഡ്രാമ ക്വീനാണ്, നീ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നു എന്ന് പറഞ്ഞിട്ട് അവൻ പോകാനേ തുടങ്ങുന്നുണ്ട്. എന്നാൽ ജെയ്ഡ് അവൻ്റെ കൈ പിടിച്ച് തടയാണ്, എൻ്റെ കൂടെ നിൽക്കാനും പറയുന്നുണ്ട്. ക്യാമിൻ അങ്ങനെ ജെയ്ഡിൻ്റെ അടുത്ത് ക്ലോസ് ആയി വന്ന് നിൽക്കുകയാണ്. വന്ന് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊരു തോന്നൽ വന്നിട്ട് ക്യാമിനാണെങ്കിൽ ജെയ്ഡിനെ കിസ് ചെയ്യുന്നുണ്ട്. കിസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ ഒരു കിസിൻ്റെ അർത്ഥം എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ഉണ്ടെന്നാണെന്ന്. ആ ടൈമിന് ജെയ്ഡ് ടെൻഷൻ ഉണ്ടെങ്കിൽ നിനക്കത് ഡയറക്റ്റായിട്ട് അങ്ങ് പറഞ്ഞാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഇന്നലെ ഞാൻ നിൻ്റെ അടുത്ത് ശ്രദ്ധിച്ച് പോകണമെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് നിനക്ക് ശ്രദ്ധിക്കാൻ വയ്യായിരുന്നോ, പിന്നെ എനിക്ക് ഈ ടെൻഷനാണെന്നുള്ള കാര്യം ഞാൻ എല്ലായിടത്തും പറയുന്നതെന്നല്ല, നിൻ്റെ അടുത്ത് ഞാൻ അത് പറയുമ്പോൾ സീരിയസ് ആയിട്ട് പറയുന്നതുമാണെന്ന് അവൻ തിരിച്ചു പറയുന്നുണ്ട്. അതിനുശേഷം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ മീറ്റ് ചെയ്യാനായിട്ട് ക്യാമിൻ പോകുന്നുണ്ട്. അപ്പോൾ അയാളാണെങ്കിൽ ഈ ഒരു സിയോങ് ജെനെ പറ്റിയിട്ടും പിന്നെ ഡ്രഗ് കേസിനെ പറ്റിയിട്ട് കുറച്ചൊക്കെ ക്യാമിൻ്റെ കൂടെ സംസാരിച്ചിട്ട് ഇങ്ങനെ റിസർച്ചൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട് ഈ വൈൽഡ് ഹണ്ട് എന്ന് പറഞ്ഞ ക്ലബ്ബിൽ ഡ്രഗ്സ് മാത്രമല്ല ഇല്ലീഗലായിട്ട് ബോക്സിംഗ് മാച്ചുകൾ നടത്തുന്നുണ്ട്. ആ ഒരു മാച്ചിൽ ആരാണ് തോക്കുന്നത്, പിന്നീട് അയാൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അയാൾ മരിച്ചു എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷനിൽ നിന്ന് ഒരു ടീം അങ്ങോട്ടേക്ക് ഉടനെ തന്നെ പോയി അന്വേഷിക്കുന്നുണ്ടെന്ന് പറയാണ്. ആ ടൈമിൽ നീയും പോകുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അല്ല, എൻ്റെ ടീമല്ല പോകുന്നത്, യു ലീഡ് ചെയ്യുന്ന ഒരു ടീമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ യു എന്ന് കേൾക്കുമ്പോഴത്തേക്കും ക്യാമിന് മറ്റൊരു കാര്യത്തിലേക്കാണ്. ആക്ച്വലി കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനൊരു ഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എഡിറ്റിങ്ങിൽ അതെങ്ങനെയോ മിസ്സായി പോയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ വീണ്ടും എടുത്ത് നോക്കിയപ്പോഴാണ് ഞാനത് പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാകുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് എടുത്ത് നോക്കിയാൽ അറിയാം, നമ്മുടെ ജെയ്ഡും ക്യാമിനും ജെയ്യും കൂടെ ആയിട്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമിന് അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷൻ്റെ ഇടയിൽ ജെയ് ക്യാമിനോട് നീ സിംഗിളാണോ പാർട്ട്ണർ ഇല്ലെന്ന് ഇങ്ങനെ ചോദിക്കുന്ന പോലെ തന്നെ നമ്മുടെ ജെയ്ഡിനെ പറ്റിയിട്ടും ജെയ് ആണെങ്കിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് ജെയ്ഡ് എപ്പോഴും ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവനാണെങ്കിൽ ഡേറ്റ് ചെയ്യാനൊന്നും നേരമില്ല. അല്ല, പക്ഷേ നിനക്ക് യു ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്, നീ യുവിനെ സീക്രട്ടായിട്ട് ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ജെയ്ഡിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ യു ആരാന്നുള്ള കാര്യം നമ്മുടെ ക്യാമിന് അപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഈ ഒരാൾ യു ലീഡ് ചെയ്യുന്ന ടീമാണെന്ന് പറയുമ്പോൾ ആ യു തന്നെയാണോ ഈ യു എന്നുള്ളൊരു ഡൗട്ട് ക്യാമിന് എന്തായാലും വരുന്നുണ്ട്. പിന്നീട് ക്യാമിൻ തിരിച്ച് ജെയ്ഡിൻ്റെ അടുത്തേക്ക് വരുന്ന ടൈമിൽ തന്നെ കെന്നിനെ കോൾ ചെയ്തിട്ട് ആ സിയോങ് ജെനെ പറ്റി എന്തെങ്കിലുമൊക്കെ അന്വേഷിക്കാനായിട്ടാണ് പറഞ്ഞിട്ട് വരുന്ന ടൈമിന് കാണുന്നത് ജെയ് ആണെങ്കിൽ ജെയ്ഡിൻ്റെ ബോഡി എല്ലാം ഇങ്ങനെ ടവൽ വെച്ച് തുടച്ചു കൊടുക്കാനായിട്ട് ഇരിക്കുന്നതാണ്. എന്നാൽ ജെയ്ക്ക് ചെയ്യാൻ അറിയത്തില്ല, അവരെ നേഴ്സ് വല്ലതും വന്നിട്ട് ചെയ്ത് തന്നോളെന്നും പറഞ്ഞിട്ട് ജെയ്ഡാണെങ്കിൽ അവനെ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയാണ്. അങ്ങനെ ക്യാമിൻ വന്നിട്ട് ഞാൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജെയ് പുറത്തേക്ക് പോവാണ്. അങ്ങനെ ക്യാമിൻ അത് ചെയ്തു കൊടുക്കുന്ന ടൈമിന് ജെയ്ഡാണെങ്കിൽ ഓക്കെ സോങ് ജെനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടുമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അന്വേഷിക്കുന്നേ ഉള്ളൂ, പേടിക്കേണ്ട, ഒരു ഓഫീസറായിട്ടുള്ള നിന്നെ ഉപദ്രവിച്ചതിനും പിന്നെ ഡ്രഗ്സൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതിനായിട്ടുള്ള 2 ചാർജസും ഒരുമിച്ച് ചേർത്ത് അയാൾക്ക് ശിക്ഷ കൊടുക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് നിനക്കത് ഒറ്റയ്ക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ക്യാമിനോട് ചോദിക്കുമ്പോൾ പറ്റുന്നതുകൊണ്ടല്ലേ ഞാൻ ഇപ്പോഴും ഒരു ഇൻസ്പെക്ടറായിട്ട് ഇരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ജെയ്ഡപ്പം മറ്റൊന്നും കൊണ്ടല്ല, നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം, പക്ഷേ എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയാണ്. ക്യാമിനപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 ദിവസത്തിനുള്ളിൽ നിനക്ക് ഡിസ്ചാർജ് ആവാമെന്ന്. ആ സമയം ജെയ്ഡ് 2 ദിവസം ഞാൻ ഇപ്പോഴും ഓക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ജെയ്ഡാണെങ്കിൽ ക്യാമിൻ്റെ അടുത്ത് നമുക്ക് ഈ കേസിൻ്റെ കാര്യം കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം, പക്ഷേ അതിന് മുന്നേ നീ ഞാനും തമ്മിൽ എന്താണ് ശരിക്കും റിലേഷൻ എന്ന് ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ക്യാമിനാണെങ്കിൽ ഞാൻ നിൻ്റെ സുപ്പീരിയറാണ്, നീ എൻ്റെ സബോർഡിനേറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഒരു സുപ്പീരിയറും സബോർഡിനേറ്റിനെ കിസ് ചെയ്യാറില്ല എന്ന് പറയുമ്പോഴത്തേക്കും ക്യാമിനാണെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പിന്നെ സംസാരിച്ചാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജെയ്ഡ് അതൊക്കെ മതി, പക്ഷേ നിനക്ക് എൻ്റെ അടുത്ത് ഫീലിങ്സ് ഒന്നും ഇല്ലെങ്കിൽ തുറന്ന് പറഞ്ഞേക്കണം, എന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ പറ്റുള്ളൂ എന്നും അവൻ തിരിച്ച് പറയുന്നുണ്ട്. ക്യാമിനപ്പോൾ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ജെയ് തിരിച്ച് വരുന്നുണ്ട്. ജെയ് വരുന്നതും ക്യാമിൻ പറയുന്നുണ്ട്, നിന്നെ നോക്കാനായിട്ട് ഒരു പോലീസുകാരൻ എപ്പോഴും
പുറത്തുണ്ടായിരിക്കും. പിന്നെ അറിഞ്ഞൂടാത്ത ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ കയറ്റി വിടാനോ ഒന്നും നിൽക്കണ്ട, ഞാനിപ്പോൾ പോവുകയാണെന്ന് പറയുന്നുണ്ട്. പോകുന്നതിന് മുന്നേ തന്നെ ജെയ്ഡിൻ്റെ കയ്യിൽ ഒരു ഡോക്യുമെൻ്റ് പോലത്തെ സംഭവം കൊടുക്കുന്നുണ്ട്. തുറന്ന് നോക്കുമ്പോഴത്തേക്കും അത് ജെയ്ഡ് ഇവന് കൊടുത്ത ഒരു കോൺട്രാക്റ്റ് ആയിരുന്നു. ആ കോൺട്രാക്റ്റ് ഇവ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നീ ഇത്ര പെട്ടെന്ന് ആ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തു, 3 ദിവസം ടൈം തരാതെ ഞാൻ പറഞ്ഞല്ലേ എന്ന് അവനോട് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നിനക്ക് വേണ്ടെങ്കിൽ ഇനി ആ ഒരു കോൺട്രാക്റ്റ് വാങ്ങണ്ടെന്ന് ക്യാമിൻ പറയുന്നുണ്ട്. ജെയ്ഡ് അപ്പോൾ ഇല്ലല്ല എനിക്ക് വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ക്യാമിൻ ജെയ്നോടും ബായ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ പോയി കഴിയുമ്പോഴത്തേക്കും ആ ഒരു കോൺട്രാക്റ്റ് എന്ന് നോക്കിക്കൊണ്ട് ജെയ്ഡാണെങ്കിൽ അങ്ങ് ബ്ലഷ് ആവാണ്. കാരണം ക്യാമിൻ തൻ്റെ വീട്ടിൽ നിൽക്കാമെന്ന് സമ്മതിച്ചല്ലോ. എന്തായാലും അത് കാണുമ്പോഴത്തേക്കും ജെയ് ആണെങ്കിൽ കുറച്ച് ഓവറല്ലേ, ഇത്രയും പോരെന്നൊക്കെ ചോദിച്ചിട്ട് അവന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ലാറ്റെ അവന് കൊടുക്കുന്നുണ്ട്. ആ സമയം അല്ല ഞാൻ ഇതാണ് ഡെയിലി കുടിക്കുന്നത്, നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ക്യാമിനാണ് പറഞ്ഞതെന്ന് ജെയ് പറയുന്നുണ്ട്. അതും കൂടെ കേൾക്കുമ്പോൾ ചെക്കൻ കുറേ കൂടെ അങ്ങ് ബ്ലഷ് ആവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഇപ്പോൾ ടോങ്ക്ലയും ചെറിനും എല്ലാം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നതാണ്. ഇവരെല്ലാവരും തന്നെ ചോദ്യം ചെയ്യാനായിട്ട് ക്യാമ്പിന് വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിൻ വന്നപ്പോൾ അവൾക്ക് കൂട്ടിന് ചാമ്പും വന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ടോങ്ക്ലയാണെങ്കിൽ അല്ല ഇവ എന്തിനാണ് വരുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല ചെറിൻ്റെ ബോഡിയിൽ നിന്ന് ചാമ്പ് യൂസ് ചെയ്യുന്നുണ്ട്, പെർഫ്യൂം സ്മെല്ലും കിട്ടുന്നുണ്ട്. അതും കൂടെ ആകുമ്പോഴത്തേക്കും ടോങ്ക്ല ചോദിക്കുന്നുണ്ട് അല്ല ഫായ് മരിച്ചിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ, അപ്പോഴത്തേക്കും രണ്ടും കൂടെ ഒരുമിച്ച് കിടന്നോ എന്നൊക്കെ. അത് കേൾക്കുമ്പോഴത്തേക്കും ചാമ്പാണെങ്കിൽ നിനക്ക് നിൻ്റെ പണി നോക്കിയാൽ പോലും നീ എന്തിനാണ് ആവശ്യം അത് എൻ്റെ അകത്ത് ഇടപെടാൻ വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നിന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് എന്നെക്കാളും ഏറ്റവും മോശക്കാരൻ നീയാണ്, നിനക്ക് തന്നെ അറിയാമല്ലോ എന്നും പറഞ്ഞിട്ട് ടോങ്ക്ല സംസാരിക്കുന്നുണ്ട്. ചെറിയൊരു വാക്ക് തർക്കമാവുന്നുണ്ട്. എന്നാൽ ചെറിനാണെങ്കിൽ വേണ്ട വേണ്ട അല്ലെങ്കിൽ ഫുള്ള് പ്രശ്നമായി, ഇനി നിങ്ങളും കൂടെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കല്ലേ ചാമ്പ്, ഞാൻ കഴിയുമ്പോൾ തന്നെ വിളിച്ചോളാം, നീ ഇപ്പോൾ പൊക്കോളാൻ പറഞ്ഞിട്ട് ചെറിനാണെങ്കിൽ ആ ഒരു പ്രശ്നം അവിടെ വെച്ചങ്ങ് നിർത്തുവാണ്. അതേസമയം ക്യാമിനാണെങ്കിൽ ഈ തർക്കങ്ങളെല്ലാം തന്നെ അവൻ്റെ ഓഫീസ് റൂമിൽ ഇരുന്നിട്ട് കാണുന്നുണ്ടായിരുന്നു. ക്യാമിൻ എന്നിട്ട് അവൻ്റെ സീറ്റിലേക്ക് ചെന്നിരിക്കുമ്പോഴത്തേക്കും ജെയ്ഡാണെങ്കിൽ അവനെ കോൾ ചെയ്യുന്നുണ്ട്. ഇതേപോലെ നീയാണെങ്കിൽ ചോദ്യം ചെയ്യാനായിട്ട് ചെറിനെയും ടോങ്ക്ലേനൊക്കെ വിളിച്ചു എന്ന് ഞാൻ അറിഞ്ഞു, ഞാനും അങ്ങോട്ടേക്ക് വരുവാണെന്ന് പറയുമ്പോൾ നിനക്ക് റെസ്റ്റ് എടുത്തൂടെ, എങ്ങനെ നിന്നോട് പറഞ്ഞല്ലേ മര്യാദയ്ക്ക് ഇരിക്കാനായിട്ട് അവൻ പറയുന്നുണ്ട്. എന്നാൽ ജെയ്ഡാണെങ്കിൽ നീ എങ്ങനെ അവരെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യും, അവരെ വായിൽ നിന്ന് സത്യങ്ങൾ എങ്ങനെ കൊണ്ടുവരും, ഞാനും കൂടെ നിന്ന് എന്തെങ്കിലും ഒന്ന് പ്രഷർ ചെയ്താലല്ലേ എന്തെങ്കിലും ആ പിള്ളേർ പറയത്തുള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും കുഴപ്പമില്ല, അവരെ കൊണ്ട് സത്യം പറയിക്കാനായിട്ട് ഒരു സംഭവം എന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്തുമാത്രം സ്ട്രോങ് ആണ്, ആരെയൊക്കെ രക്ഷിക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ചെറിനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോൾ തന്നെ അവളുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നീയും ടോങ്ക്ലയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. ആ സമയം അത് പിന്നെ ഞാനും അവന് ഫ്രണ്ട്സാണെന്ന് പറയുമ്പോഴത്തേക്കും അവന് നിന്നെ ഇഷ്ടമല്ലേ, ആ രീതിയിലൊക്കെയാണല്ലോ പെരുമാറുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ചെറിനാണെങ്കിൽ ഇല്ല ഞങ്ങൾ ഫ്രണ്ട്സാണ്, എല്ലാവർക്കും അത് അറിയാന്നുള്ള കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. ടോങ്ക്ലേനെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും അവൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട് നീയാണെങ്കിൽ എപ്പോഴും ചെറിനെ മാത്രം പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്താ, നിനക്കാണെങ്കിൽ അവിടുത്തെ ക്രഷ് എന്തെങ്കിലും ഉണ്ടോയെന്ന്. ആ സമയം അവൻ മറുപടി പറയുന്നില്ല. അപ്പോൾ സത്യമാണെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും എത്ര നാളായി തുടങ്ങിയിട്ട്, നീയാണെങ്കിൽ ചെറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ ബെല്ലിനെ പ്രൊട്ടക്ട് ചെയ്തില്ലല്ലോ, അവളെ കൊല്ലാനായിട്ട് അവളെ തന്നെ നീ ചൂസ് ചെയ്തില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൾ മരിക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എന്ന് ടോങ്ക്ല തിരിച്ച് പറയുന്നുണ്ട്. വീണ്ടും ചെറിനെ ചോദ്യം ചെയ്യുന്ന കാണിക്കുമ്പോഴത്തേക്കും ചെറിനോട് ടോങ്ക്ലയ്ക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം, പിന്നെ നീ എന്തുകൊണ്ടാണ് അവനെ അങ്ങനെ ഒഴിവാക്കിയൊക്കെ ചെയ്യാത്തത്, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ പെട്ടെന്ന് ഞാൻ അവനായിട്ടുള്ള കണക്ഷൻ നിർത്തി കഴിഞ്ഞാൽ അവൻ്റെ ചിലപ്പോൾ അത് താങ്ങാൻ പറ്റാത്ത വല്ല സിറ്റുവേഷനും വന്നാലോ എന്ന് എഴുതിയിട്ടാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിന് ക്യാമിൻ പക്ഷേ അവന് നിന്നെ ഇഷ്ടമാണെന്നുള്ള ആ ഒരു റീസൺ വെച്ച് നിനക്ക് രക്ഷപ്പെടാനായിട്ട് നീ പലപ്പോഴും അവനെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ എന്നിങ്ങനെ അവളോട് പറയുമ്പോഴത്തേക്കും അവളാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഞങ്ങളിവിടെ പേടിച്ചിരിക്കുക, അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇതൊക്കെയാണ് സംസാരിക്കുന്ന രീതിയിൽ ക്യാമിനോട് സംസാരിക്കുന്നുണ്ട്. ക്യാമിൻ ആ സമയം നീയും ചാമ്പും തമ്മിൽ ഒരു ബന്ധമില്ലേ, ആ ബന്ധത്തിനെ പറ്റിയിട്ട് ഫായ്ക്കല്ലോ അറിയാമായിരുന്നു, അതും നീയും അവനും തമ്മിലുള്ള ബന്ധം ഫായ് മരിക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന കാര്യമല്ലേ, അത് ആർക്കൊക്കെ അറിയാമെന്നിങ്ങനെ ചോദിച്ചിട്ട് ചാമ്പോളും ഒരുമിച്ചുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ആ സമയം അവളാണെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ പറയാതെ ഇങ്ങനെ പതറിയിരിക്കുകയാണ്. ക്യാമിനെ വേണമെങ്കിൽ സത്യം തുറന്ന് പറഞ്ഞാൽ മതി, ഇപ്പം തന്നെ 3 പേര് മരിച്ചു കഴിഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്, അടുത്തിന് നീ എല്ലാം മരിക്കാൻ പോകുന്നത് നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ, ചിലപ്പോൾ നീ ആയിരിക്കും അടുത്ത് ടാർഗറ്റ് ആകാൻ പോകുന്നത്, കാരണം നിന്നെ കൊല്ലാനായിട്ട് ഈസി ആണെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. വീണ്ടും ടോങ്ക്ലേനെ ചോദ്യം ചെയ്യുന്ന ഭാഗം കാണിക്കുമ്പോഴത്തേക്കും ടോങ്ക്ലേനെയും ആ ഒരു ചെറിനും ചാമ്പും ഒരുമിച്ചുള്ള ഫോട്ടോസ് കാണിച്ചിട്ട് നീ ഇനിയിപ്പോൾ അവളെ എത്രമാത്രം പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയാലും അവൾ നിന്നെ സ്നേഹിക്കത്തില്ല, കാരണം അവൾക്ക് ചാമ്പിനെയാണ് ഇഷ്ടം, അതുകൊണ്ട് തന്നെ നീ സത്യം തുറന്ന് പറഞ്ഞാണ് നല്ലത്, അവൾ എങ്ങനെയുള്ളൊരു പെൺകുച്ചാണെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവൻ എനിക്കറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. വീണ്ടും ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ലെന്നല്ലേ തന്നോട് പറഞ്ഞതെന്നും പറഞ്ഞിട്ട് അവൻ ഷൗട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും ചെറിനെ ചോദ്യം ചെയ്യുന്ന കാണിക്കുകയാണെങ്കിൽ ചെറിൻ പറയുന്നുണ്ട് ശരിയാണ് ഞാനും ചാമ്പും തമ്മിൽ ഒരു ബന്ധമുണ്ട്, പിന്നെ ചാമ്പ് തന്നെയാണ് തുറന്ന് പറയേണ്ടത് എന്നോട് ആവശ്യപ്പെട്ടത്, കാരണം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട് ഗ്രൂപ്പിൽ നിന്ന് എന്നെ പുറത്താക്കുമെന്നും അവൻ പറഞ്ഞു, അവനാണെങ്കിൽ അതിന് മാത്രം ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എന്നിങ്ങനെ അവൾ തിരിച്ചു പറയുന്നുണ്ട്. അതിനുശേഷം ചെറിനെയും ടോങ്ക്ലേനെയും ക്യാമിൻ ഒരുമിച്ച് പിടിച്ചിരുത്താന്ന്, എന്നിട്ട് ടോങ്ക്ല വർക്ക് ചെയ്യുന്ന ഗ്യാരേജിലെ വണ്ടി ഉണ്ടാവും പോയപ്പോഴത്തേക്കും ഒരാൾ ഇടിക്കുകയും അയാൾ മരിക്കുകയും ചെയ്ത ഇൻസിഡൻറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ CCTV വിഷ്വൽസ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ കേസ് കവർ ചെയ്യാനായിട്ട് നിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നത്, ആരാധ്യ സത്യമൊക്കെ തുറന്ന് പറയുന്നു, അയാൾക്ക് ചിലപ്പോൾ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്കും ചെറിന് ഇതിൽ യാതൊരു ബന്ധവുമില്ല, ഞാനാണ് ഇതൊക്കെ ചെയ്തതെന്ന് ടോങ്ക്ല പറയുന്നുണ്ട്. ആ സമയം നീ ഒറ്റയ്ക്കാണോ ഇനി കേസ് ഒതുക്കിയത്, നിന്നെ ചാമ്പ് സഹായിച്ചില്ലേ എന്നിങ്ങനെ ക്യാമിൻ ചോദിക്കുമ്പോഴത്തേക്കും ചെറിന് ചാമ്പിനെ ഇഷ്ടമായതുകൊണ്ട് തന്നെ അവനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ചാമ്പിന് ഇതിന് യാതൊരു പങ്കുമില്ല എന്ന് അവൾ പറയുന്നുണ്ട്. എന്നാൽ ടോങ്ക്ലയാണെങ്കിൽ ഇല്ല, ഞാൻ ഈ കേസിൽ കുടുങ്ങുന്നുണ്ടെങ്കിൽ അവനും എൻ്റെ കൂടെ കുടുങ്ങും, കാരണം ആ ഒരു ബോഡി എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് അവനാണ് ഏറ്റവും വൃത്തിയിട്ടവൻ, ഞാൻ കുടുങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ അവൻ എന്തായാലും കുടുങ്ങിയിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയം ചെറിനാണെങ്കിൽ ഈ ഒരു വിഷയം മാറ്റിവിടാനായിട്ട്
ക്യാമിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ ആരെങ്കിലും തെറ്റ് ചെയ്തവരെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ശരിക്കും തെറ്റ് ചെയ്താൽ ആ ഒരു ടൈമിനെ പിടിച്ച് കൊടുക്കാൻ നോക്ക്. ഞങ്ങൾ അറിയാണ്ട് ഒരാളെ കൊന്നു എന്നുള്ള ശരിയാണ്, പക്ഷെ അവൻ ചെയ്യുന്നത് ശരിക്കും മോശം പരിപാടിയാണെന്ന് പറയുമ്പോൾ ക്യാമിനാണെങ്കിൽ അവൻ എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. ആസ്മൻ ടോങ്കള പറയുന്നുണ്ട്, അവനാണെങ്കിൽ ഓരോരോ പെൺകുട്ടികളായിട്ട് ഇൻറ്റിമേറ്റ് ആവുന്ന വീഡിയോ അവൻ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് അതാണെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് വിൽക്കൂ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിനുശേഷം ജെയ്ഡും ക്യാമിനും കൂടെ ആയിട്ട് ക്യാമിൻ്റെ ഓഫീസിൽ നിൽക്കുന്ന സമയം ക്യാമിനാണെങ്കിൽ അവിടെ തന്നെയുള്ള ഒരു ഓഫീസറാണെങ്കിൽ ഒരു കാർഡ് കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നതാണെന്നും പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അത് അവൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു വൈൽഡ് ഹണ്ട് എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബിലേക്ക് പ്രൈവറ്റ് ഡിന്നറിന് വേണ്ടിയിട്ട് ഒരു ഇൻവിറ്റേഷൻ വന്നതായിരുന്നു. അതാണെങ്കിൽ ആ ഒരു സിയോങ്ജി ആയിരിക്കും കൊടുത്തത്. സിയോങ്ജി അവിടെ തന്നെ ഉണ്ടാകുമെന്നൊരു ഉറപ്പ് ഇവനുണ്ട്. അതുകൊണ്ട് തന്നെ താൻ അങ്ങോട്ടേക്ക് പോകുമെന്ന് പറയുമ്പോൾ ജെയ്ഡാണെങ്കിൽ പോകുന്നതിന് പ്രശ്നമില്ല, പക്ഷേ നിന്നോട് ഞാനും വരുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ക്യാമിനാണെങ്കിൽ ഇല്ല, നീ ഇവിടെ ഇരുന്നിട്ട് ആ ഒരു ടോങ്ക്ലേനെയൊക്കെ ചോദ്യം ചെയ്യുന്ന കാര്യം നോക്കും, ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാം, എന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ നിന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്കും അറിയാം, പക്ഷേ എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ഉണ്ടെന്ന് നിനക്ക് അറിയാമെന്നുള്ളതല്ലേ, അതുകൊണ്ട് ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല എന്ന് ജെയ്ഡ് പറയാണ്. അതിനുശേഷം ജെയ്ഡാണെങ്കിൽ ക്യാമിന് വേണ്ടിയിട്ട് ഒരു ബാഡ്ജ് പോലത്തെ സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു. ജെയ്ഡിൻ്റെ ദേഹത്താണെങ്കിൽ ഒരു വോൾഫിൻ്റെ ഒരു ടാറ്റു ഉണ്ട്. സോ അതേ സെയിം ടാറ്റുവിൻ്റെ പടം വരുന്ന ഒരു ബാഡ്ജായിരുന്നു അത്. അതിങ്ങനെ ക്യാമിന് കൊടുത്തിട്ട് ഇങ്ങനെ നിനക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്, എൻ്റെ വീട്ടിലോട്ട് വന്നതല്ലേ, ഒരു ഹൗസ് വാമിങ് ഗിഫ്റ്റ് പോലെയാണെന്ന് വെച്ചോ എന്ന് പറഞ്ഞിട്ട് അവന് കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ടാറ്റു പോലെയുള്ള സംഭവം അല്ലെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാമിൻ പറയുന്നുണ്ട്, ആക്ച്വലി നീ വോൾഫിൻ്റെ ടാറ്റു ആണ് ചെയ്തേക്കുന്നതെങ്കിലും നിൻ്റെ സ്വഭാവം വെച്ചിട്ട് നിൻ്റെ ഈ വാശി വെച്ചിട്ട് വീട്ടിൽ വളർത്തുന്ന പട്ടിക്കാണ് നീ സമമാവുന്നതെന്ന് പറയുന്നുണ്ട്. ജെയ്ഡാണെങ്കിൽ എതിർക്കാനൊന്നും നിൽക്കുന്നേ ഇല്ല. ക്യാമിനാണെങ്കിൽ ഒരു വോൾഫിനെ പോലെയാണെന്നും അവൻ പറയുന്നുണ്ട്. അതിനുശേഷം ഫായുടെ വീട് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു സെർച്ച് വാറൻറ്റ് അവരാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്തത് അപ്രൂവായി കിട്ടിയതുകൊണ്ട് തന്നെ ഇവർ രണ്ടിനും സമയം വേസ്റ്റ് ചെയ്യാൻ നിൽക്കാതെ ഫായുടെ വീട് ചെക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയം നമുക്ക് ഇവിടെ എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഫായുടെ അമ്മയാണെങ്കിൽ ഗേറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അകത്തേക്ക് കയറി ഫായുടെ റൂമിലേക്ക് എത്തുമ്പോഴത്തേക്കും അമ്മ പറയുന്നുണ്ട്, ഫായുടെ റൂമിൽ നിന്നുള്ള സാധനങ്ങളൊന്നും താൻ ഇവരായിട്ട് പാക്ക് ചെയ്ത് മാറ്റിയിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ മൊത്തം സെർച്ച് ചെയ്യാം, ഞാൻ താഴെ ഉണ്ടാകുമെന്നും പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടിനും അവിടെ സെർച്ച് ചെയ്യുന്ന ടൈമിന് ഫായ്ക്ക് ആ ഒരു ട്രൂത്ത് ഓർ ഡെയർ ലെറ്റർ കിട്ടിയിട്ടുണ്ടായിരിക്കുമോ എന്നൊരു സംശയം അവർക്കുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും ട്രൂത്ത് ഓർ ഡെയർ ലെറ്റർ കിട്ടിയപ്പോൾ ഇവർ ഫ്രണ്ട് ഗ്രൂപ്പ് മൊത്തത്തിൽ നിൽക്കുന്ന ഒരു പിക്ചർ കിട്ടുന്ന കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സെയിം പിക്ചർ ഇങ്ങനെ ഫ്രെയിം പോലെ ചെയ്തിട്ട് ഫായും അവളെ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരെ മിക്ക ഫ്രണ്ട്സിൻ്റെ വീട്ടിലും ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഫായുടെ ആ ഒരു ഫ്രെയിം എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്തോ ഉള്ളതുപോലെ തോന്നിയിട്ട് ക്യാമിൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് തന്നെ ആ ഒരു ട്രൂത്ത് ഓർ ഡെയർ ലെറ്റർ കിട്ടുന്നുണ്ട്. അതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് അവൾക്ക് വേണ്ടിയിട്ട് എഴുതിയിരുന്ന സംഭവം എന്ന് പറയുന്നത്, നീയാണെങ്കിൽ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ നിൻ്റെ സുഹൃത്തുക്കളെല്ലാവരും തന്നെ മോശക്കാരായിട്ടുള്ളവരാണ്, അവർ കുറേ തെറ്റും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നീയും അതിൽ പലതും അറിയേണ്ടതാണ്, നീയും അതിൽ അനുഭവിക്കണം, അതുകൊണ്ട് തന്നെ ആദ്യം നീ തന്നെ ഇരയായിക്കോ, നിന്നെ തന്നെ ഞാൻ ആദ്യം നശിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇത് വായിച്ചു കഴിയുമ്പോൾ ക്യാമിൻ പറയുന്നുണ്ട്, അപ്പോൾ ഫായിലൂടെ തന്നെയാണ് തുടങ്ങിയത്, ആദ്യമേ അവൾക്ക് ആ ഒരു ലെറ്റർ കിട്ടി, അങ്ങനെയാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്, പക്ഷേ ഏതൊക്കെ ഓർഡറിലാണ് ഓരോരുത്തരെയും കൊല്ലുന്നുള്ളത് എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാതെയെന്നും അവൻ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഫായുടെ അമ്മയുടെ അടുത്ത് ഇവർ സംസാരിക്കുകയാണ്. ഈ ഒരു ലെറ്ററിൻ്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ തനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല എന്ന്, ഫായ ആണെങ്കിൽ തൻ്റെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അവർ പറയുന്നുണ്ട്. മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഫായ ആണെങ്കിൽ മരിക്കുന്നതിന് കുറച്ച് സമയം മുമ്പായിട്ട് ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിരുന്നു, ഡിപ്രസ്ഡ് ആയിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് കോളേജിൽ എന്തോ പ്രശ്നമായി എന്നാണ്, അതല്ലെങ്കിൽ ചാമ്പുമായിട്ട് എന്തെങ്കിലും അടി ഉണ്ടായി കാണുന്നതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ചോദിക്കാനൊന്നും പോയില്ല. പക്ഷേ ഒരു ദിവസം അവൾ എൻ്റെ അടുത്ത് ആ കാര്യം തുറന്നു പറഞ്ഞു, അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും ക്യാമിനാണെങ്കിൽ ശരിക്കും ഷോക്കായിട്ട് അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു എന്നിങ്ങനെ ഒരു ഞെട്ടലോടെ തന്നെ ചോദിക്കുന്നുണ്ട്. അവിടെ നിന്ന് പിന്നീട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം ബെല്ലിന് കിട്ടിയ ട്രൂത്ത് ഓർ ഡെയറിൽ ട്രൂത്തിൻ്റെ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, നീ നിൻ്റെ ഫ്രണ്ടിനെ അബോഷന് വേണ്ടിയിട്ട് കൊണ്ടുപോയിന്ന്. അപ്പോൾ ആ ഒരു ഫ്രണ്ട് ഉറപ്പായിട്ടും ഫായ് തന്നെ ആയിരിക്കുമെന്ന് ഇവരിവിടെ വെച്ച് ഉറപ്പിക്കുന്നുണ്ട്. എന്നാൽ അവർക്കൊരു ഡൗട്ട് വരുന്നുണ്ട്, എന്തുകൊണ്ടാണ് ബെല്ല് അവളെ കൊണ്ടുപോയത്, എന്തുകൊണ്ട് ചാമ്പ് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല എന്ന്. അങ്ങനെ ജയിക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അവനോട് ചോദിക്കാൻ നേരത്തെ ഇവർ വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. അതിന് മുന്നേ തന്നെ ഹൗസ് ഓണർ എന്നുള്ള നിലയ്ക്ക് തനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് ജേഡാണെങ്കിൽ ക്യാമിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. തിരിച്ചു വരുന്നത് ക്യാമിന് ആവശ്യമായിട്ടും വീട്ടിന് ആവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ്. ആ കൂട്ടത്തിൽ ബ്ലാങ്കറ്റ് ആണെന്ന് തോന്നുന്നു ക്യാമിന് വേണ്ടിയിട്ട് ജെയ്ഡ് വാങ്ങിച്ചതായിരുന്നു. അവൻ പക്ഷേ വേറെ വൈറ്റും ഡിസൈനൊക്കെ വരുന്നതായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് കാണുമ്പോഴത്തേക്കും ക്യാമിൻ എനിക്ക് ബ്ലാക്ക് കളറായിരുന്നു വേണ്ടതെന്ന് പറയുമ്പോൾ നിൻ്റെ ലൈഫ് കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതെടുത്തതെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ജെയ്യാണെങ്കിൽ വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അവരുടെ സംസാരം കേട്ട് നിങ്ങൾ എത്തിയോ എന്ന് ചോദിച്ച് അവരുടെ അടുത്തേക്ക് അവൻ വരുന്നുണ്ട്. അത് മാത്രമല്ല ക്യാമിൻ വരുന്നതിന് മുന്നേ ക്യാമിന് വേണ്ടിയിട്ട് ഒരു പാഴ്സൽ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്നും താനത് എടുത്തു വെച്ചു എന്നും ഇപ്പോൾ കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ട് അതും എടുത്തുകൊണ്ട് വന്ന് ജെയ്യാണെങ്കിൽ ക്യാമിൻ്റെ കൈ കൊടുക്കുന്നുണ്ട്. ആ സമയം ക്യാമിൻ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ജെയ്യിൻ്റെ അടുത്ത് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഫായ് പ്രഗ്നൻ്റ് ആയിരുന്ന കാര്യം നിനക്ക് അറിയാമായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു എന്നിങ്ങനെ ഷോക്കായിട്ട് അവനിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം നിനക്ക് അറിയത്തില്ലായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല എന്നവൻ പറയുന്നുണ്ട്. അവളപ്പോൾ മരിക്കുന്ന സമയത്തും കുഞ്ഞ് വയറ്റി ഉണ്ടായിരുന്നു എന്ന് വെച്ചപ്പോൾ ഇല്ലില്ല, അവൾ അതിന് മുന്നേ അബോർഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ജെയ്ഡ് പറയുന്നുണ്ട്.
നിനക്കിതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയത്തില്ലായിരുന്നു എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴായാലും ജയ് ആണെങ്കിൽ ഇല്ല തനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ജയ്ഡാണെങ്കിൽ ജയ്യുടെ മുഖഭാവം പോകുന്ന കണ്ടിട്ട് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ചുമ്മാ കള്ളത്തരം പറയില്ല എന്താ ഉള്ളതെന്ന് വെച്ച് തുറന്ന് പറയാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ജയ് ആണെങ്കിൽ അത് പിന്നെ ചേട്ടാ കഴിഞ്ഞ വർഷം ഫ്രഷ്മാൻ ഓറിയൻറ്റേഷൻ്റെ അന്ന് നൈറ്റ് നമ്മളിങ്ങനെ എൻജോയ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും അവളും തമ്മിൽ ഒന്ന് ഇൻറ്റിമേറ്റ് ആയിരുന്നു. ബട്ട് അത് ജസ്റ്റ് ഒരു വൺ നൈറ്റ് സ്റ്റാൻഡ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ജയ്ഡാണെങ്കിൽ നിനക്ക് എന്താണ് നിനക്ക് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത് ഒപ്പിച്ചേ? അപ്പോൾ ചാമ്പോ അവളും റിലേഷൻഷിപ്പിൽ ഇരുന്നപ്പോഴേ നിങ്ങൾ കണ്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്തോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. പിന്നെ അവളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ പോയപ്പോൾ അവൾ എന്നെ വിട്ട് കളയാൻ എന്നോട് പറഞ്ഞതാണെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ജയ്ഡാണെങ്കിൽ അതൊരു പക്ഷേ നിൻ്റെ കുഞ്ഞായിരുന്നെങ്കിലും ആ ഗ്രൂപ്പിൽ മരിച്ചവർ ഓരോരുത്തരും ഫയലെടുത്ത് ഓരോന്നും ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നീയൊന്നും ചെയ്തിട്ടുണ്ടാവതില്ല എന്ന് വിശ്വസിച്ചാണ് ഞാൻ നിന്നത്. പക്ഷേ ഇപ്പം നീയും ചെയ്തു. ഇനിയിപ്പോൾ നിന്നെ ഞാൻ എന്താ ചെയ്യണം, നീ എന്തിനാ ഇങ്ങനെ ചെയ്യാൻ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ ചെയ്യുകയാണെങ്കിൽ ചേട്ടാ ഞാൻ പറയുന്നത് കേക്ക്, അത് മനഃപൂർവ്വം സംഭവിച്ചതല്ല, അതിങ്ങനെ സീരിയസ് ആയിട്ടൊരു കാര്യമല്ല എന്നൊക്കെ പറയാനേ വരുന്നുണ്ട്. എന്നാൽ ജയ്ഡ് ഇവൻ്റെ അടുത്ത് ഇടയിൽ കയറി ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യുകയാണെങ്കിൽ ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരാത്തത്. കുഞ്ഞിലെ തൊട്ടേ എന്ത് പറയാൻ വന്നാലും ഞാൻ പറയുന്നതിന് കേൾക്കാതെ നിങ്ങൾ എന്നോട് തിരിച്ച് ദേഷ്യപ്പെടും. ഇതുകൊണ്ടാണ് നമ്മൾ നേരെ കമ്മ്യൂണിക്കേഷൻ നടക്കാത്തതെന്ന് പറഞ്ഞിട്ട് ജയ് അവിടെ നിന്ന് ദേഷ്യപ്പെട്ടങ്ങ് പോകുന്നുണ്ട്. ജയ്ഡ് പിന്നെ കുറച്ച് നേരം ഒന്നും സംസാരിക്കാതെ അങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോഴത്തേക്കും ക്യാബിനടുത്തേക്ക് വന്നിട്ട് നീ ഓക്കെ ആണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജയ്ഡാണെങ്കിൽ എനിക്കെന്തോ അവൻ എൻ്റെ അടുത്ത് ഒന്നും തുറന്ന് പറയാൻ പറ്റാത്തത് ഞാൻ കാരണം തന്നെയാണ് തോന്നിപ്പോകുന്നു. ഞാൻ അവൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് പോകുന്നില്ല, അവനുള്ള അവസരം ഉണ്ടായി കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ജയ്ക്ക് എൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റാത്തത്. എന്തോ എനിക്ക് എൻ്റെ അനിയനെ പോലും നേരെ മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാബിനാണെങ്കിൽ സ്റ്റേഷനിൽ വെച്ചിട്ട് ജയ്ഡ് അവൻ്റെ കൊടുത്ത ഒരു ഓൾഫിൻ്റെ ഡിസൈൻ വരുന്ന ഒരു ബാഡ്ജ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ കൊണ്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ജയ്ഡ് അതൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ക്യാബിൻ എന്നിട്ട് വന്നിട്ട് കുറച്ച് പിന്നെ ജയ്യാണെങ്കിൽ ക്യാമിന് വേണ്ടി വന്നൊരു പാഴ്സലാണെന്ന് പറഞ്ഞ് കൊടുത്തൊരു സംഭവം, അത് ക്യാമിന് ഓർഡർ ചെയ്ത ഒരു സംഭവമായിരുന്നു. അതിങ്ങനെ ജയ്ഡിൻ്റെ മുന്നിൽ വെച്ച് തന്നെ തുറക്കുന്നുണ്ട്. തുറന്നിട്ട് ആ ഒരു സംഭവം എടുത്തിട്ട് അതിങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അതൊരു ബാഡ്ജ് പോലെ ഒരു ഐറ്റമായിരുന്നു. സംഭവം 2 ബിയർ ഗ്ലാസ് വന്നിട്ട് ജെയും കേക്കും എന്ന് പറഞ്ഞ് ലെറ്റേഴ്സ് വന്നിട്ടുള്ളതായിരുന്നു. കാണുമ്പോൾ നമ്മളുൾപ്പെടെ ആരായാലും ജയ്ഡും ക്യാമിനും ആണെന്നിങ്ങനെ വിചാരിക്കും. നമ്മൾ ജയ്ഡും അതങ്ങനെ വിചാരിച്ച് പോകുന്നുണ്ട്. അങ്ങനെ മനസ്സിൽ ലഡുകൾ പൊട്ടിയെന്നും പറഞ്ഞ് അവനിങ്ങനെ വന്നേക്കുമ്പോഴത്തേക്കും നീ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ എനിക്കിഷ്ടപ്പെട്ട 2 ഫേവറേറ്റ് സബോർഡിനേറ്റ്സ് ആണ്, ഒന്ന് നീ ഒന്ന് കെൻ, അതാണ് ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ക്യാമിൻ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ജയ്ഡാണെങ്കിൽ മനസ്സിൽ പൊട്ടിയ ലഡുകളെല്ലാം തിരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയായിരുന്നു കാര്യങ്ങൾ, അപ്പോൾ കെന്നും നിൻ്റെ ഫേവറേറ്റ് സബോർഡിനേറ്റ് ആണോ ഒന്ന് പറയാമെന്നൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ പുറകെ നടക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് നൈറ്റ് ആണെങ്കിൽ ഇവൻ്റെ റൂമിൽ വിരിക്കാനായിട്ട് വാങ്ങിച്ച പുതിയ ബ്ലാങ്കറ്റും പില്ലോ കവറെല്ലാം തന്നെ അവരിങ്ങനെ വിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ടൈമിന് ക്യാമിൻ്റെ അടുത്ത് നീ ഇതിങ്ങനെ ചെയ്യാറില്ലായിരിക്കും അല്ലേ എന്നിങ്ങനെ ജയ്ഡ് ചോദിക്കുമ്പോൾ ഞാൻ ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഭയങ്കര പൈസ കൊടുത്തിട്ടായാലും ഇതൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹോട്ടൽ റൂമിൽ താമസിച്ചെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ജയ്ഡ് ആ സമയം ടെൻഷൻ ആവണ്ട, ഇവിടെ തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നൈറ്റ് തന്നെയാണ് ഇവർ രണ്ടുപേരും ആ ഒരു വൈൽഡ് ഹണ്ട് തുടങ്ങിയ ക്ലബ്ബിലും പോകുന്നത്. അപ്പോൾ ക്യാമിൻ പറയുന്നുണ്ട് ഇന്ന് തന്നെയാണ് ആ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് വർക്ക് ചെയ്യുന്ന ലീയും യുവും കൂടെ ആയിട്ട് അവിടെ ഇൻവെസ്റ്റിഗേഷന് വരുന്നത്. അപ്പോൾ നിനക്കാണെങ്കിൽ അവരായിട്ട് ഇതിനും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല എന്താ കാര്യം എന്ന് നോക്കുമ്പോഴത്തേക്കും അല്ല ജയ് ആണെങ്കിൽ അന്ന് യുവിൻ്റെ പേരൊക്കെ മെൻഷൻ ചെയ്താൽ ഞാൻ കേട്ടായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ജയ്ഡാണെങ്കിൽ നിനക്കെന്താ ജലസ് ആണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, നീയും അവനും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ വർക്കിനെ ബാധിക്കാൻ പാടില്ല, അതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചാണെന്ന് പറയുമ്പോൾ ഞാനും അവനും തമ്മിൽ അങ്ങനെയൊന്നുമില്ല, എനിക്ക് ആരോട്ട് യാതൊരു പ്രശ്നമില്ല അതും ജയ്ഡ് പറയുന്നുണ്ട്. അതിനുശേഷം ഇവർ രണ്ടുപേരും വൈൽഡ് ഹണ്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ അവിടെ ഏതെങ്കിലും ബാക്കിലായിട്ട് എന്തെങ്കിലും ഏരിയ ഉണ്ടോ ഡ്രഗ് ഡീലിംഗ് നടത്താനായിട്ട്. ഇപ്പോൾ തന്നെ ആ ഒരു കില്ലറായിട്ടുള്ള ആൾ ഇവരെയൊക്കെ കൊല്ലാനായിട്ട് യൂസ് ചെയ്ത ഒരു കെറ്റാമിൻ എങ്ങനെയായിരിക്കും മേടിച്ചിട്ടുണ്ടായിരിക്കുക, അതിനെന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടോ അതൊക്കെ അറിയാനാണ്. അതുകൊണ്ട് തന്നെ വരുമ്പോൾ തന്നെ രണ്ടുപേരും ബാക്ക് സൈഡിൽ വരുന്നൊരു ഏരിയയിലോട്ടാണ് മാറിയിരിക്കുന്നത്. അവിടെ മാറി നിൽക്കുമ്പോഴത്തേക്കും കർട്ടനിട്ട് ഒരു ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. മേ ബി അവിടെ എവിടെയും വെച്ചായിരിക്കും ഡ്രഗ് ഡീലിംഗ് നടത്തുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് ആരോ വരുന്നെന്ന് മനസ്സിലായിട്ട് രണ്ടുപേരും ചെന്ന് മറങ്ങി നിൽക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് ക്ലോസ് ആയി വരുമ്പോഴത്തേക്കും പതുക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. എന്നാലും ഇപ്പം അതിനുള്ള സമയമല്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ രണ്ടുപേരും അവരുടെ കേസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു സംസാരം കേൾക്കും. അവർ പതുക്കെ നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ അത് ലീയും യുവായിരുന്നു. അങ്ങനെ അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇവർ രണ്ടിനും സംസാരിക്കുന്നുണ്ട്. ഓൾറെഡി ഇവരും ഇങ്ങോട്ടേക്ക് വരുമെന്ന് അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വരുമ്പോൾ തന്നെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റുള്ള ലീ, അതുമാത്രമല്ല നമ്മുടെ ജയ്ഡ്, രണ്ടും തമ്മിൽ ഒത്തുപോകത്തില്ല. അതുകൊണ്ട് തന്നെ സംസാരിച്ചു തുടങ്ങി ഒരു തർക്കം ആവാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ അതിന് മുന്നേ തന്നെ രണ്ടുപേരെയും യുവും പിന്നെ ക്യാമിനും തമ്മിൽ തടങ്ങിയിട്ട് നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലെന്നല്ലേ എന്നോട് പറഞ്ഞു എന്ന് ക്യാമിൻ ജയ്ഡിനോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ക്യാമിനാണെങ്കിൽ അവനെയും ജയ്ഡിനെ സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ജയ്ഡിനെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ യുവാണെങ്കിൽ അറിയാം, പിന്നെ എൻ്റെ പേര് യു, ഇതാണ് ലീ എന്നും പറഞ്ഞ് അവനും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ക്യാമിൻ അവരോട് ഞങ്ങളിവിടെ ഡ്രഗ് ഡീലിംഗ് കേസിൻ്റെ കാര്യം അന്വേഷിക്കാനായിട്ട് വന്നേന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം യു പറയുന്നുണ്ട് ഞങ്ങളിവിടെ ആ ഒരു ഇല്ലീഗൽ ബോക്സിംഗ് മാച്ച് നടക്കുന്നതിൻ്റെ കാര്യം അന്വേഷിക്കാനാണ് വന്നത്, ഞങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അറിയിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് രണ്ടുപേർക്കും 2 ബ്ലൂടൂത്ത് ഇയർഫോൺ പോലത്തെ സംഭവം വയ്ക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ക്യാമിൻ ജയ്ഡുമായിട്ട് അവിടെ നടന്നു പോവാണ്. അവർ പോയി കഴിയുമ്പോൾ യു ആണെങ്കിൽ ലീയുടെ അടുത്ത് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് ഓൾറെഡി ഓഫീസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാമിനാണെങ്കിൽ ഭയങ്കര ക്വയറ്റായിട്ടുള്ളൊരു പയ്യനാണെന്ന്, എന്നാൽ ഇത്രയും ക്വയറ്റായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ലീ ആണെങ്കിൽ പക്ഷേ ഇപ്പോഴും ജയ്ഡ്
ജെയ്ഡ് മുമ്പത്തെ പോലെ നമ്മുടെ തലയിൽ കയറി നിരങ്ങുവാണല്ലോ എന്ന് പറയുമ്പോൾ യുവാണെങ്കിൽ ലീരെടുത്ത് മിണ്ടായിരിക്കാനായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം ജെയ്ഡും ക്യാമിനും പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ക്ലബിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് അങ്ങ് പോവാണ് എന്തെങ്കിലും അന്വേഷിച്ചാൽ കിട്ടുമെന്നറിയാൻ. അങ്ങനെ ക്യാമിൻ പോകുന്ന സമയത്ത് ആ ഒരു സിയോങ് ജെയുടെ ആൾക്കാർ വന്നിട്ട് അവൻ്റെ പുറകിൽ ഒരു തോക്ക് പിടിച്ച ശേഷം അവനോട് പറയുന്നുണ്ട് എൻ്റെ ബോസ് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. അങ്ങനെ ക്യാമിനെയും പിടിച്ചുകൊണ്ട് നേരെ സിയോങ് ജെയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അവിടെ അയാളാണെങ്കിൽ ഇവനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. ചെല്ലുമ്പോൾ തന്നെ സാറ് വന്നോ, ഞാൻ നിന്നെ എന്താ വിളിക്കേണ്ടേ, സാറെന്ന് വിളിക്കണോ അതോ മിസ്റ്റർ ക്യാമിൻ എന്ന് വിളിക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അവനോട് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ നിനക്കൊരു 10 മില്യൺ പൈസ തരാം 2 വർഷത്തേക്ക്. അങ്ങനെ നീയാണെങ്കിൽ 2 വർഷത്തേക്ക് എൻ്റെ ഈ ഡ്രഗ് ഡീലും കാര്യങ്ങൾ കാണാത്ത പോലെ അങ്ങ് മറച്ചു വെക്കണമെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ 10 മില്യൺ പോരെങ്കിൽ നീ പറയുന്ന പൈസ ഞാൻ നിനക്ക് തരാമെന്ന് പറയുമ്പോഴത്തേക്കും ക്യാമിനാണെങ്കിൽ എനിക്കൊരൊറ്റ കാര്യം ചെയ്തു തന്നാൽ മതി, നീ ഈ ക്ലബ്ബ് അടച്ച് പൂട്ടണമെന്ന് പറയുന്നുണ്ട്. ക്യാമിൻ അതിൻ്റെ കൂടെ തന്നെ തനിക്ക് ഈ പൈസ കൊടുത്ത് തന്നെ ഒതുക്കാൻ നോക്കിയാലും അതിനെതിരെയും കേസ് എടുക്കുമെന്ന് ഇയാളോട് പറയുന്നുണ്ട്. അടുത്ത് പിന്നീട് ടോങ്ക്ലേനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോൾ നൈറ്റ് ഗ്യാരേജിൽ ഇങ്ങനെ വർക്ക് എടുക്കുകയാണ്. അവനാണെങ്കിൽ ആ ഒരു ഗ്യാരേജിൻ്റെ ഓണറിൻ്റെ അടുത്ത് താനിന്ന് വീട്ടിൽ പോകുന്നില്ലാതും ഇവിടെ വർക്ക് ചെയ്തിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ പോകാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പോകുന്നതിന് മുമ്പ് അല്ല നീ സാധാരണ ഇങ്ങനെ വർക്ക് ചെയ്യാറില്ലല്ലോ, ഇപ്പോൾ എന്ത് പറ്റി, അതേപോലെ നിനക്കൊരു വീടില്ലേ, നിനക്ക് അവിടെ പോയി നിന്നൂടെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ഇവിടെയാണ് നിന്ന് നിൽക്കാൻ പോകുന്നത്, നിങ്ങൾ പൊക്കോളാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അയാളാണെങ്കിൽ നിനക്ക് ഒരു പണിയുണ്ട് ചേക്കാ, നീ രാവിലെ പണിയെടുക്കും, ഇപ്പോൾ രാത്രി പണിയെടുക്കാൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഓരോന്ന് പറഞ്ഞങ്ങ് പോകുന്നുണ്ട്. ടോങ്കിൾ അങ്ങനെ വീണ്ടും അവിടെ ഇട്ടേക്കുന്ന ഒരു ലിഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാറിൻ്റെ അടിയിലേക്ക് കയറിയിട്ട് അവിടെ ചെയ്യാനുള്ള വർക്കെല്ലാം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ആ സമയം ഒരാളിങ്ങനെ ബാക്കിൽ നടന്നു വരുന്നുണ്ട്. ആളുടെ കാല് മാത്രമേ നമ്മളെയും കാണിക്കുന്നുള്ളൂ, എന്നാൽ നമുക്കറിയാം അത് കില്ലറാണെന്ന്. അതേസമയം ഇവനിങ്ങനെ നടക്കുന്ന സൗണ്ട് മാത്രം കേട്ടിട്ട് നിങ്ങൾ പോയില്ലേ, നിങ്ങളെന്താ വീണ്ടും തിരിച്ചു വന്നേന്ന് ഓണറാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഒരു കില്ലർ സംസാരിക്കാൻ തുടങ്ങുന്നതും കാര്യം മനസ്സിലായിട്ട് പെട്ടു എന്നിറങ്ങിയിട്ട് അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് മാറാനേ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു കില്ലർ അവൻ്റെ കാലിൽ എന്തൊരു കമ്പി എന്തോ ഉപയോഗിച്ച് അടിക്കുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ എഴുന്നേക്കാൻ പറ്റാതെ അവൻ വീണ്ടും അവിടെ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. വീണ്ടും വൈൽഡ് ഹണ്ട് ക്ലബ്ബ് കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ജെയ്ഡ് വേറൊരു വഴി കൂടി ഇങ്ങനെ നോക്കി നടക്കുകയാണ്. ആ സമയം അതേ സോങ് ജെയുടെ ആൾക്കാർ ഇവൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ ബോസിനെ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു, എൻ്റെ അവിടെ വന്നില്ലെങ്കിൽ ആ ഒരു ക്യാമിൻ്റെ ഡെഡ് ബോഡി ആയിരിക്കും നീ കാണാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമിന് ഓൾറെഡി അയാൾ പിടിച്ചു വെച്ചു എന്നുള്ള രീതിയിൽ ജെയ്ഡിനോട് സംസാരിച്ച് ജെയ്ഡിനെ എങ്ങോട്ടോ വിളിച്ചുകൊണ്ട് പോവാണ്. വീണ്ടും ആ ഒരു കില്ലറിനെ കാണിക്കുന്ന സമയത്ത് ട്രൂത്ത് ഓർ ഡെയർ എന്ന് ചൂസ് ചെയ്യാനായിട്ട് കില്ലർ ഇവൻ്റെ അടുത്ത് പറയാണ് ടോങ്കളെ അപ്പോൾ ഞാൻ ഓൾറെഡി ചൂസ് ചെയ്തല്ലേ, ബെല്ലിനെ കൊല്ലാനായിട്ട് ഞാൻ ഓൾറെഡി ചൂസ് ചെയ്തല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഇതല്ല ഞാൻ ചോദിച്ചത്, ഇതിനുള്ള മറുപടി അല്ല നീ പറയേണ്ടതെന്നിങ്ങനെ പറഞ്ഞിട്ട് അവന് വീണ്ടും ഒരു അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അടുത്ത് നീയാണെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് പുയിഫൈഡ് ക്ലിപ്സ് ആണെങ്കിൽ ടൈമിന് വിറ്റോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം താൻ അങ്ങനെയും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും അവൻ കള്ളമാണ് പറയുന്നതെന്ന് ഇയാൾക്ക് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഇവനിങ്ങനെ കയറിയിരിക്കുന്ന ഒരു കാർ ലിഫ്റ്റ് ചെയ്താണല്ലോ വെച്ചേക്കുന്നത്, എന്നാൽ അതിൻ്റെ റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്തിട്ട് ചെറുതായിട്ട് ഒരു കാർ കൊണ്ട് താക്കാണ്. ആ ഒരു രീതിയിൽ തന്നെ ആ കാറ് നന്നായിട്ട് ടച്ച് ചെയ്താണ് നിൽക്കുന്നത്, അവനുമായിട്ട് ക്ലോസ് ചെയ്ത്. ഇനി ഒന്നുകൂടെ താത്തു കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് എന്തായാലും തീരുമാനം. ഇതേസമയം ക്യാമിനെ കാണിക്കുകയാണെങ്കിൽ ഇയാൾ പറഞ്ഞ കാര്യങ്ങളൊന്നും സമ്മതിച്ച് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സോങ് എഴുന്നേറ്റ് വന്നിട്ട് എന്നെ റിജക്ട് ചെയ്യുന്ന പരിപാടി എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ക്യാമിൻ്റെ നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട്. അവൻ അടിക്കാനേ പോകുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ക്യാമിൻ ഇയാളെ പിടിച്ച് വെച്ചിട്ട് ആ ഒരു തോക്ക് ഇയാൾക്ക് നേരെ ചൂണ്ടുന്നുണ്ട്. അപ്പം തന്നെ ഇയാളുടെ ആൾക്കാർ ക്യാമിൻ്റെ നേരെയും തോക്ക് ചൂണ്ടുന്നുണ്ട്. പക്ഷേ ക്യാമിൻ സോങ് അടുത്ത് പറയുന്നുണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് നിൻ്റെ ആൾക്കാർ ട്രിഗർ പുള്ളിയുന്നതിന് മുന്നേ എനിക്ക് നിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന്, അതുകൊണ്ട് തന്നെ നീ ഒന്ന് സഹകരിക്കുന്നതാണ് നല്ലത്. നീ ആർക്കൊക്കെയാണ് ഡ്രഗ്സ് സെൽ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ഇയാൾ പറയുന്നുണ്ട്. എന്നാൽ ക്യാമിനാണെങ്കിൽ വെറുതെ കളിക്കരുത്, നീയാണെങ്കിൽ ഡ്രഗ്സ് കൊടുത്തത് വെച്ചിട്ട് ഒരു കില്ലിങ് നടക്കുന്നുണ്ട്, അപ്പോൾ ആ ഒരു കില്ലറിനെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. നീ ആർക്കൊക്കെയാണ് ആ ഒരു ഡ്രഗ്സ് സെൽ ചെയ്തത് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ആ ഒരു മർഡർ കേസിൽ നീ ആണെങ്കിൽ ഒരു കില്ലറിന് ഹെൽപ്പറായി എന്നുള്ള രീതിയിൽ നിനക്കെതിരെയും കേസ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് മര്യാദയ്ക്ക് തുറന്ന് പറയുന്നതിന് നല്ലതെന്ന് പറയുമ്പോൾ സോങ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഞാൻ പറയാം, പക്ഷേ അതിന് മുന്നേ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് സോങ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു TV ഇങ്ങനെ ഓൺ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരാണെങ്കിൽ ഇല്ലീഗൽ ബോക്സിംഗ് മാച്ചൊക്കെ നടത്തുന്ന കാര്യം നമ്മൾ ഓൾറെഡി കേട്ടതാണ്. ഇപ്പോൾ ഒരു ബോക്സിംഗ് മാച്ച് സ്പെഷ്യലായിട്ട് നടക്കാൻ പോകുന്നുണ്ടെന്നും അതുവഴി ഇങ്ങനെ കാണിക്കുകയാണ്. നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ജെയ്ഡിനായിട്ടാണ് ബോക്സിംഗ് മാച്ച് നടത്താനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ജെയ്ഡിനെ നേരത്തെ ഇയാൾ ആൾക്കാരൊന്ന് വിളിച്ചോട്ട് പോയത്. വീണ്ടും കില്ലറിനെ കാണിക്കുമ്പോഴത്തേക്കും കില്ലറിനെ കണ്ട് പേടിച്ചിട്ട് ഇവൻ സത്യം തുറന്ന് പറയുന്നുണ്ട്. അതായത് ശരിയാണ്, ഞാനാണെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇതുപോലെ വിറ്റു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നീ ഒരു കറക്റ്റ് ആൻസറാണ് പറഞ്ഞത്. എന്തായാലും നീയാണെങ്കിൽ ഇനി മരിച്ചോളാനായിട്ടുള്ള രീതിയിൽ ആ ഒരു വണ്ടി ഉണ്ടങ്ങ് താത്തു കൊടുക്കാണ്ട്. പിന്നെ പറയേണ്ട കാര്യമില്ല, ടോങ്കൾ അവിടെ വെച്ച് തന്നെ അങ്ങ് മരിക്കുന്നുണ്ട്. വീണ്ടും സോങ് ജനെയും ക്യാമിനെയും കാണിക്കുമ്പോൾ ഇപ്പോൾ ജെയ്ഡ് ആ ഒരു ബോക്സിംഗ് മാച്ച് കയറാൻ പോകുന്ന ഒരു കാര്യം സോങ് ജനെയും ക്യാമിനെ കാണിച്ചിട്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ക്യാമിൻ നിനക്ക് ബെറ്റ് വയ്ക്കാൻ താല്പര്യമുണ്ടോ, ഈ ഒരു മാച്ചിന് ജെയ്ഡ് തോക്കുകയാണെങ്കിൽ ഞാൻ റിസൈൻ ചെയ്യാം, പക്ഷേ ജെയ്ഡ് ജയിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. സോങ് ജെ ആണെങ്കിൽ ഓക്കെ എന്നുള്ള ഇതിൽ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ അയാൾ പറയുന്നുണ്ട് ഇവനുമായിട്ട് ഇപ്പോൾ മാച്ച് ചെയ്യാനായിട്ട് വരുന്നത് ഹോങ്വേ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ തോറ്റിട്ടില്ലാത്തൊരു മത്സരാർത്ഥിയാണ്, ഇതൊരു സ്പെഷ്യൽ മാച്ചുമാണ്, ജയിക്കുന്ന ആൾക്ക് 5 ഇരട്ടിയായിരിക്കും പേയ്മെൻ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നതെന്നും ഇങ്ങനെ പറയുന്നുണ്ട്. ക്യാമിൻ അപ്പം തന്നെ ആ ഒരു TV സ്ക്രീനിലേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് അവൻ വെച്ചേക്കുന്ന ഒരു ബ്ലൂടൂത്ത് ഇയർഫോൺ വഴി ജെയ്ഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ജെയ്ഡിൻ്റെ അടുത്ത് നീ തോക്കരുത്, നീ ജയിക്കണമെന്നിങ്ങനെ പറയുന്നുണ്ട്. ജെയ്ഡ് ആ സമയം ഞാനാണെങ്കിൽ ആരെയും മുന്നിൽ തോറ്റിട്ടില്ല, പിന്നെ ഞാൻ ജയിക്കുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ വെച്ച് ചോദിച്ച കാര്യത്തിന് നീ സമ്മതിച്ച് തരുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ക്യാമിനാണെങ്കിൽ ഇവിടെ വെച്ച് തമാശ അറിയാനുള്ള നേരമല്ല എന്ന് പറയുമ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്.
ക്യാമറ അപ്പോൾ ഓക്കെ നീ ജയിക്കുവാണെങ്കിൽ നീ എന്താണ് വീട്ടിൽ വെച്ച് ചോദിച്ചത് അതിനിങ്ങനെ സമ്മതിച്ചു തരാം ഡീലാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു മാച്ചിന് വേണ്ടിയിട്ട് ജെയ്ഡാണെങ്കിൽ തയ്യാറാവുന്നുണ്ട്. പിന്നീട് അവിടുന്ന് സീൻ കട്ടായിട്ട് ഇവർ ഈ ഒരു വൈൽഡ് ഹണ്ടി വരുന്നതിന് മുന്നേ ഇവർ വീട്ടിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു സീനിൻ്റെ കണ്ടിന്യൂഷനാണ് കാണിക്കുന്നത്. അവരിങ്ങനെ വീട്ടിൽ നിന്ന് ബ്ലാങ്കറ്റൊക്കെ ഇങ്ങനെ ബെഡിൽ വിരിക്കുന്ന സമയത്ത് നമ്മുടെ ക്യാമിനാണെങ്കിൽ യുവിനെ പറ്റിയിട്ടും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ജെയ്ഡിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയം ജെയ്ഡ് നീ ജലസായെന്ന് അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്യാമിൻ ആ ഒരു ടൈമിന് അങ്ങനെയൊന്നും ഇല്ല എന്നാണ് പറഞ്ഞെങ്കിലും ഇപ്പം ജെയ്ഡ് വീണ്ടും ക്യാമിൻ്റെ അടുത്ത് നീ ജലസാവേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് യുവിൻ്റെ അടുത്ത് അങ്ങനെ യാതൊരു ഫീലിങ്സും ഇല്ല. പിന്നെ ഞാനാണെങ്കിൽ നിന്നെ ഇപ്പം ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ യുവിനെ അവൻ്റെ ബ്ലാങ്കറ്റ് വിരിക്കാനോ ബെഡ് റെഡിയാക്കാനോ ഒന്നിനും ഹെൽപ്പ് ചെയ്തിട്ടില്ല. എനിക്കിഷ്ടം നിന്നെ മാത്രമാണെന്ന് പറഞ്ഞിട്ട് ക്യാമിന് ചെറിയൊരു കിസ്സ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ക്യാമിനോട് ജെയ്ഡ് പറയുന്നുണ്ട് നിനക്ക് ഈ ബ്ലാങ്കറ്റ് ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടാണെന്നറിയാം, നീ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, നീയാണെങ്കിൽ എൻ്റെ ബെഡ്റൂമിൽ എന്നോടൊന്ന് കിടന്നുറങ്ങാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ക്യാമിൻ ഞാൻ സൈൻ ചെയ്ത കോൺട്രാക്റ്റിൽ നിൻ്റോട് ഒരേ ബെഡിൽ തന്നെ കിടക്കുമെന്നൊന്നും ഞാൻ സമ്മതിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ലെന്നേ, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു ഡബിൾ VIP കോൺട്രാക്റ്റ് തന്നെ അങ്ങ് റെഡിയാക്കി തരാമെന്ന് ജെയ്ഡ് പറയുന്നുണ്ട്. എന്നിട്ട് ജെയ്ഡ് ക്യാമിൻ്റെ അടുത്ത് നിനക്ക് ഞാൻ ഇന്ന് രാത്രി ആലോചിക്കാനായിട്ട് സമയം തരാം, നാളെ ഇതിൻ്റെ ഒരു മറുപടി തരാനായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ബോക്സിംഗ് മാച്ച് വെച്ചിട്ട് താൻ ജയിച്ചു കഴിഞ്ഞാൽ സമ്മതിച്ച് തരുമെന്ന് നമ്മുടെ ജെയ്ഡ് ചോദിച്ചത്. അങ്ങനെ ഈ ഒരു കാര്യം കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ തരുന്നവരെ ബൈ.